ഹായ് അല്ലേ? ക്യാമറ നോക്കിയിട്ട് ഹായ് പറഞ്ഞേ. ക്യാമറ നമ്മൾ എവിടെയാണ്? ഓക്കെ, പുലിക്കാട്ടിലേക്ക് നമ്മൾ ബേർഡ്സിനെ കാണാൻ വന്നത് അല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. മല്ലു ബൈക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു വീക്കെൻഡ് ട്രിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ്. ഞങ്ങൾ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ബ്രാക്കിഷ് ലേക്കായ പുലിക്കാട്ട് ലേക്ക്, ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലുമായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു ലേക്കാണ്. ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. വൺ ഡേ ട്രിപ്പാണ്. ഇന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ്. ശ്രീഹരിക്കോട്ട പുലിക്കാട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ അതും കണ്ട് അവിടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്, അതും കണ്ടിട്ട് ഇന്ന് തിരിച്ചു വരാനാണ് പ്ലാൻ. നമ്മുടെ ചെന്നൈയിലെ ഷോലിംഗനല്ലൂരിൽ നിന്നും 2.5 മണിക്കൂർ ഡ്രൈവാണ്. 60 കിലോമീറ്റേഴ്സാണ് വൺ വേ. അപ്പം ഇവിടുന്ന് പോയി നമ്മളവിടെ ഒരു പിക്നിക് പോലെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ബേർഡ് സാങ്ച്വറി എല്ലാം വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാനാണ് പ്ലാൻ. ഓക്കെ, ബാക്കി നമുക്ക് വീഡിയോ കാണാം. അങ്ങോട്ട് അമ്മ എടുത്തോട്ട് ഓടിക്കോ. ഒന്നും പറയണ്ട, എന്തെങ്കിലും പറയണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുലിക്കാട്ട് ലേക്ക് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലഗൂണാണ്. 1976 ഇവിടെ ഒരു ബേർഡ് സാങ്ച്വറി ആയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ബ്രാക്കിഷ് ലേക്ക് എന്ന് വെച്ചാൽ ഫ്രഷ് വാട്ടറും സീ വാട്ടറും കൂടെ കലർന്ന ഒരു സാലിനിറ്റി അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശമുള്ള ഒരു വാട്ടർ ബോഡിയാണ് ബ്രാക്കിഷ് വാട്ടർ ബോഡി എന്ന് പറയുന്നത്. ബേ ഓഫ് ബംഗാളിനടുത്ത് 600 സ്ക്വയർ കിലോമീറ്റർ ഏരിയ കവർ ചെയ്യുന്ന ഒരു ലഗൂണാണ് പുലിക്കാട്ട്. ഈ ലഗൂണിൽ ഡെപ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ തുടങ്ങി 4 മീറ്റർ വരെ പലയിടത്തും ആഴമുണ്ട്. ഇത് വളരെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയാണ് ഈ സാങ്ച്വറിയൽ സീസണെങ്കിലും പലപ്പോഴും മഴയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിവിടെ വരുമ്പോൾ ബേർഡ്സിനെ കാണാൻ പറ്റുന്നുമോ ഇല്ല എന്നുള്ള കാര്യം. നമ്മൾ പോയത് നല്ലൊരു മഴ കഴിഞ്ഞതായതുകൊണ്ട് ലഗൂണിലെ വാട്ടർ ലെവൽ കൂടിയത് കാരണം പല ബേർഡ്സും അവിടുന്ന് വേറെ സ്ഥലങ്ങളിലോട്ട് പറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ബേർഡ്സിനെ മാത്രമാണ് പുലിക്കാട്ടിലേക്ക് കാണാൻ പറ്റിയത്. ഫ്ലമിംഗോസ്, പെയിൻറ്റഡ് സ്റ്റോക്സ്, ഗ്രേ പെലിക്കൺ, ഹെറൻസ്, പിങ്ക് ടെയിൽ, ബാക്ക്വിൻ സ്റ്റിൽസ്, സീഗൾസ് മുതലായ ബേർഡ്സാണ് ഇവിടെ മേജർലി കാണപ്പെടുന്നതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഒരു പെയിൻറ്റഡ് സ്റ്റോക്സിൻ്റെ ഒരു ഫ്ലോക്ക് മാത്രമാണ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ആ ഫ്ലോക്കാണ്. അവർ ആ വെള്ളത്തിൽ നോക്കിയാൽ തന്നെ അറിയാം. അവരുടെ ഡെപ്ത് എന്ന് പറയുന്നത് അവരുടെ കാലിൻ്റെ ഏറ്റവും ഫീറ്റിൻ്റെ ഭാഗം വരെ മാത്രമേ ഉള്ളൂ. അവർ ഫിഷിങ് ബേർഡ്സ് കൂടാതെ ഇവിടെ പല റെപ്റ്റൈൽസും മാമൽസും ഇൻഹാബിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാട്ടുപൂച്ച, കാട്ടുപന്നി, കുറുക്കൻ, ചെന്നായ എല്ലാം ഇവിടെ. എങ്ങനെയുണ്ട് പുലിക്കാട്ടിലേക്ക്? അടിപൊളി, നല്ല പ്രകൃതി രമണീയം. പോപ്പി ബേർഡ്സിനെ കണ്ടോ? ഹായ് പറഞ്ഞേ. ഹായ്, പീസ്. ബേർഡ്സിനെ കണ്ടോ പോപ്പി? ലേക്കിൻ്റെ മിഡിലൂടെ പോകുന്ന സുലൂർപേട്ട് റോഡ് നേരെ ചെന്നെത്തുന്നത് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലാണ്. ഈ റോഡിൽ പല ബേർഡ് വാച്ചിങ് പോയിന്റുകളും ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഒരു പിക്നിക് സ്റ്റൈൽ ലഞ്ചിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത്.
നമ്മൾ 2 ഫാമിലിയും കിഡ്സും വളരെ നന്നായിട്ട് ഈ നേച്ചർ ഇമേഴ്സീവായ ലഞ്ച് എൻജോയ് ചെയ്തു. നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലോട്ടാണ്. അവിടെ കുറച്ച് മോഡൽ റോക്കറ്റ്സിനെയൊക്കെ കാണാൻ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആ മോഡൽ റോക്കറ്റ്സ്. പണ്ട് 2019 ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു മോഡൽ റോക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത് 3 ആയി. ഇവിടെ നമ്മൾ നേരെ പോയത് പുലിക്കാട് വിസിറ്റേഴ്സ് സെൻറ്ററിലാണ്. ഇതാണ് പുലിക്കാട് ബേർഡ് സാങ്ച്വറി. പക്ഷേ ഒന്നുമില്ല. എന്തോ ഒരു ബേർഡ് അവിടെ പറക്കുന്നുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ. സാധാരണ നമുക്ക് കാണാൻ പറ്റുന്ന ബേർഡ്സ് ഏതൊക്കെയാണ് ഇവിടെ ഒരു ബോർഡിൽ അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ബേർഡ്സിനെ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല. ഈ ബേർഡ്സിനൊക്കെ ഇവിടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്, പക്ഷെ അതൊന്നും നമ്മൾ കണ്ടില്ല. ആകെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു സെറ്റപ്പ്, ഒരു കുറച്ച് ബേർഡ്സിനെ കണ്ടില്ലേ, അത് മാത്രമേ കത്തുള്ളൂ. ഇവിടെ എന്തോ ഒരു എഡ്യൂക്കേഷൻ സെൻ്റർ ഉണ്ട്, അതിനകത്ത് എന്തോ ഒന്നുണ്ട്. എനിക്ക് അവിടെ കയറിപ്പോയവരെ പോയിട്ടുണ്ട്. അധികമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, ഇവിടുന്ന് 30 കിലോമീറ്റർ മാറി നിലപ്പട്ടു എന്നൊരു ബേർഡ് സാങ്ച്വറി ഉണ്ടെന്നും അവിടെ പെലിക്കൺസിനെ സൈറ്റ് ചെയ്യാൻ പറ്റുമെന്നും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ നിലപ്പട്ടൂരിലോട്ട് വച്ചു പിടിച്ചു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പം 3:30 ആയി. 5 മണി വരെയാണ് നിലപ്പട്ടൂരിലെ ബേർഡ് സാങ്ച്വറി ഓപ്പൺ ആയിട്ടുള്ളത്. പലപ്പോഴും 5 മണി വരെ ആണെങ്കിലും എൻട്രി വളരെ നേരത്തെ തന്നെ അവർ ക്ലോസ് ചെയ്യും. നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏതാണ്ട് 4 മണി കഴിഞ്ഞ് 7 മിനിറ്റായി. അപ്പോൾ തന്നെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും എൻട്രി ഗേറ്റും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഗാർഡിൻ്റെ കാലൊക്കെ പിടിച്ച് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്യിപ്പിച്ച് ടിക്കറ്റ് എടുത്താണ് നമ്മൾ അകത്ത് കയറിയത്. പക്ഷേ ഞങ്ങളത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. അവിടെ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, നിറച്ചും പെലിക്കൺസിനെ കാണാൻ കഴിഞ്ഞു. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പെലിക്കൺട്രിയാണ് നിലപ്പട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 2000-ൽ പരം പെലിക്കൺസ് എല്ലാ വർഷവും ഇവിടെ ബ്രീഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ബേർഡ്സിനെ നമുക്ക് ഇവിടെ സൈറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പുലിക്കാട് ലേക്കിൽ പോവുകയാണെങ്കിൽ നിലപ്പട്ടുവിലും വരാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. ഇവിടുത്തെ ടോട്ടൽ ഏരിയ 400 ഹെക്ടറാണ്. ഇവിടുത്തെ ഒരു വലിയ ഫ്രഷ് വാട്ടർ ബോഡി ആണ് ഈ ബേർഡ്സിനെ പലപ്പോഴും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പെലിക്കൺസ്, വൈറ്റ് ഐബിസ്, ബ്ലാക്ക് ഹെഡഡ് ഐബിസ്, ഓപ്പൺ ബിൽ സ്റ്റോക്ക്, ഇങ്ങനെ തുടങ്ങിയ ബേർഡ്സ് ഉണ്ട്. ഞങ്ങൾ കൂടുതലും കണ്ടത് പെലിക്കൺസിനെയാണ്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ആ വാട്ടർ ബോഡിയും അവിടെ ബ്രീഡ് ചെയ്യുന്ന പെലിക്കൺസും ആയിരിക്കും. പല ബേർഡ്സിനെയും ചെന്നൈയിൽ തന്നെ വിൻ്ററിൽ നമ്മുടെ മാർഷ്ലാൻഡായ പള്ളിക്കരണിലേക്ക് കാണാൻ പറ്റുമെങ്കിലും ബേർഡ്സിനെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണുന്ന ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ബേർഡ് സാങ്ച്വറികൾ വന്ന് തന്നെ കാണണം. അപ്പോൾ ആസ് യൂഷ്വൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലത്തെ കണ്ടൻറ്റിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി നമ്മുടെ ചാനലിൽ വരുന്നത് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലി എക്സ്പെഡിഷൻ ആയിരിക്കും.
2022 ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സമയത്ത് വളരെ ടെൻഷനോടുകൂടി ഞങ്ങൾ ഫാമിലിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു റോഡ് ട്രിപ്പാണ്. വലിയ വീഡിയോ ആകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് 3 പാർട്ടായി ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും അതും ഇനി നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സിൽ ആ വീഡിയോ ഇറങ്ങും. നിങ്ങളെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.